الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تهنوا ولا تحزنوا وأنتم الأعلون إن كنتم مؤمنين ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ഉപദേശങ്ങളുമൊക്കെ നമ്മൾ ജീവിക്കുന്ന, നമ്മൾ ഇടപെടുന്ന ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ ആദ്യ പകുതിയും നമ്മളിൽ നിന്ന് വിട പറഞ്ഞു കഴിയുകയാണ്. ഈ സന്ദർഭത്തിൽ റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നും, പരിശുദ്ധ ഖുർആനുമായും ദാനധർമ്മങ്ങളുമായും ഇബാദത്തുകളുമായും ഒക്കെ നമ്മൾ എത്രമാത്രം സജീവമായി എന്നതൊക്കെ പുനഃപരിശോധിക്കേണ്ട സന്ദർഭമാണ്. എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഇസ്തിഗ്ഫാറോടുകൂടി തൗബയോടുകൂടി അത് പരിഹരിക്കേണ്ട മണിക്കൂറുകളാണ് കഴിഞ്ഞു പോകുന്നത്. ആ നിലക്ക് നമ്മുടെ ഒരു ശ്രദ്ധയും ജാഗ്രതയും ആ വിഷയത്തിൽ ഉണ്ടാകണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു സുദിനമാണ് റമളാൻ 17 എന്ന് പറയുന്നത്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിക്കപ്പെട്ട ഒരു ദിനമെന്നാണ് പരിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17 മദീനക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഏകദേശം 160 കിലോമീറ്റർ അകലെയുള്ള ബദർ എന്ന താഴ്വരയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ശത്രുക്കളുമായി ഏറ്റുമുട്ടി വിജയം വരിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു ഐതിഹാസികമായ ദിനമാണ് യഥാർത്ഥത്തിൽ ബദർ ദിനമെന്ന് പറയുന്നത്. ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ എന്തുകൊണ്ടാണ് പ്രസക്തമാകുന്നത്? അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ നേരിട്ടുണ്ടായ ഒരുപാട് സന്ദർഭങ്ങളെ ബദർ യുദ്ധവുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോകാനുള്ള ഒരുപാട് ഇബറത്തുകൾ, ഗുണപാഠങ്ങൾ
ബദർ വിജയത്തിലുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ സംഭവത്തെ സൂറത്ത് ആലു ഇമ്രാനിലെ 13-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഖുർആൻ പറയുന്നു, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനിൽ തഖതാ. രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടിയ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലാണ് അവർ യുദ്ധം ചെയ്തത്, സമരം പോരാട്ടം നടത്തിയത്. വൗഖറ കാഫിറത്തുൻ, മറ്റൊന്ന് അവിശ്വാസികളുടെ കൂട്ടമായിരുന്നു. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, കാണുന്നവർക്ക് വിശ്വാസികളെക്കാൾ ഇരട്ടി തോന്നിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു അവരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്. പക്ഷേ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മയ്യശാ, അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് അവന്റെ സഹായം ശക്തിപ്പെടുത്തി കൊടുക്കുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക്, ഉൾക്കാഴ്ചയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ ഗുണപാഠങ്ങളുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് സംഘങ്ങളിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നോക്കൂ, പലപ്പോഴും യുദ്ധങ്ങൾ, സംഘട്ടനങ്ങൾ, മൽപ്പിടുത്തങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് നമ്മളുടെ മനസ്സിലേക്ക് പലപ്പോഴും കടന്നു വരിക. യുദ്ധമൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയായിരുന്നു പഴയ കാലത്ത്. തുല്യശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു യുദ്ധമെന്ന് വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷേ ബദർ അങ്ങനെയായിരുന്നില്ല. നിരായുധരും എണ്ണത്തിലും വണ്ണത്തിലുമൊക്കെ ഏറെ കുറവുള്ള ഒരു സംഘവുമായുള്ള ഏകപക്ഷീയമായ ഏറ്റുമുട്ടലായിരുന്നു യഥാർത്ഥത്തിൽ ബദറിൽ സംഭവിച്ചത്. പക്ഷേ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലമൊന്നും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകപക്ഷീയമായി നിരായുധരായ വളരെ എണ്ണത്തിൽ കുറവുള്ള ഒരു സംഘത്തെ ആക്രമിക്കുന്നതിനെ നമ്മൾ അക്രമം എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. യുദ്ധമെന്ന് പോലും പലപ്പോഴും വിശേഷിപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ബദർ ഒരു യുദ്ധമായി മാറുന്നത്, ബദറിൽ നോക്കൂ, അസന്തുലിതമായ രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സായുധ സജ്ജരായ, എല്ലാ നിലക്കും ഒരു വൻ സൈന്യത്തിന്റെ കോപ്പ് കൂട്ടി വന്ന ശത്രുക്കളായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും എതിരേണ്ടി വന്നത്. ഒരു തീക്ഷ്ണ യുദ്ധം യഥാർത്ഥത്തിൽ സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി കണ്ടിരുന്നില്ല. മുസ്ലിങ്ങളുടെ സ്വത്തുക്കളൊക്കെ നിരന്തരമായി കണ്ടുകെട്ടുകയും കൊള്ളയടിക്കുകയും അവരുടെ മേൽ ഉപദ്രവം നടത്തുകയും അവരെ നിരന്തരമായി പീഡിപ്പിക്കുകയും മക്കയിൽ നിന്ന് മുസ്ലിങ്ങളെ ആട്ടിപ്പായിക്കുകയും അവരുടെ സ്വത്തുക്കൾ അപഹരിക്കുകയൊക്കെ ചെയ്ത ഒരു സംഘത്തോടുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ സഹാബത്തും ഉദ്ദേശിച്ചത്. ഷാമിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ട മടങ്ങി വരുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള 40 പേരടങ്ങുന്ന ഒരു കൊച്ചു കച്ചവട സംഘത്തെ ലക്ഷ്യമിടുകയും അവർക്കെതിരെ ഒരു ഉപരോധം തീർക്കുക എന്ന ഒരു തന്ത്രം പ്രയോഗിക്കാനാണ് യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത അബൂ സുഫിയാൻ മക്കയിൽ അബൂ ജഹലിനെ അറിയിക്കുകയാണ്. കച്ചവട സംഘത്തെ സംരക്ഷിക്കാനെന്ന നിലക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘത്തെയും പരാജയപ്പെടുത്തുക എന്ന നിലക്കും അബൂ ജഹലും സംഘവും ആയിരക്കണക്കിന് ആളുകളെയും കൂട്ടി ഒരുപാട് ഒട്ടകവും കുതിരയും ആയുധങ്ങളുമായി വളരെ യുദ്ധത്തിനുള്ള എല്ലാ നിലക്കുമുള്ള തയ്യാറെടുപ്പോടുകൂടി അവിടേക്ക് കടന്നു വരികയാണ്. കച്ചവട സംഘം മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെടുകയായിരുന്നു. അവസാനം ഈ പടയാളികളുമായി എത്തിയ ഖുറൈശി കൂട്ടത്തെ ബദറിൽ വെച്ച് പ്രതിരോധിക്കുകയും അവരുമായി ഏറ്റുമുട്ടുകയും ചെയ്യേണ്ട ചില അനിവാര്യതകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും വന്നു ചേരുകയായിരുന്നു എന്ന് ബദർ പഠിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്നു. ബദർ സംഭവിച്ച സാഹചര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായി മക്കയിൽ ജീവിക്കാൻ ഖുറൈശി കൂട്ടങ്ങൾ, മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും യാതൊരു നിലക്കും അനുവദിക്കാത്ത സാഹചര്യങ്ങളുണ്ടായി. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അവരെ നാടുകടത്തുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. പലരെയും ഒറ്റക്കും കൂട്ടായുമൊക്കെ അതിക്രൂരമായി മർദ്ദിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. നിരന്തരമായ പീഡനങ്ങൾ അവർക്ക് മേൽ മർദ്ദിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിച്ചു. മനുഷ്യർക്ക് നന്മ നൽകുന്ന ഒരു വിശ്വാസം, ഒരു ആദർശത്തെ, പരിശുദ്ധ ഖുർആന്റെ സന്ദേശത്തെ അവിടെ വളരാനോ പ്രചരിപ്പിക്കാനോ പ്രബോധനം ചെയ്യാനോ സാധ്യമാകാത്ത തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായി. ഇതിന്റെയൊക്കെ പരിണിത ഫലമായാണ് യഥാർത്ഥത്തിൽ ബദർ അത്ര ദുസ്സഹമായ ജീവിതത്തിന്റെ ഒരു സാഹചര്യം
സൃഷ്ടിക്കപ്പെട്ടപ്പോഴാണ് ബദറിനുള്ള ഒരു അനുമതി അള്ളാഹു നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ, അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ മക്കയിൽ മദീനയിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആരാധനകളിൽ ഏകദൈവ വിശ്വാസത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ അവർ ഊട്ടിയുറപ്പിച്ചു. സത്യവും അസത്യവുമൊക്കെ അവർക്കിടയിൽ വേർതിരിച്ച് പഠിപ്പിച്ചു. അവർക്കിടയിൽ ഉണ്ടായിരുന്ന അസമത്വത്തെക്കുറിച്ച് ഗൗരവത്തിൽ താക്കീത് നൽകി. അവരെ ഉടമയും അടിമയും തമ്മിലുള്ള ഉച്ചനീചത്വങ്ങൾ ഉണ്ടായി. അവിടുത്തെ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള സവർണ മേധാവിത്വം പോലെയുള്ള പ്രമാണിമാരുടെ മേധാവിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അല്ലാത്തവരൊക്കെ നിന്ദിക്കപ്പെടേണ്ടവരും പീഡിപ്പിക്കപ്പെടേണ്ടവരും കറുത്ത വർഗക്കാരും അടിമകളുമൊക്കെയാണ് എന്ന തരത്തിലുള്ള അസമത്വം അവർക്കിടയിൽ വലിയ തോതിൽ വേരൂന്നിയിരുന്നു. ആ അസമത്വം ഇല്ലാതാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ നിങ്ങൾ സഹോദരങ്ങളായി നിൽക്കുക എന്ന വലിയ സ്നേഹത്തിന്റെ, സഹിഷ്ണുതയുടെ, സാഹോദര്യത്തിന്റെ വലിയ പാഠങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പകർന്നു നൽകി. സ്വദേശിയെന്നോ വിദേശിയെന്നോ ദരിദ്രനെന്നോ പണക്കാരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസങ്ങളില്ലാതെ അവർക്കിടയിൽ ഒരുപോലെ ജീവിക്കാൻ, തോളോട് തോളുരുമ്മി ഒരു സ്വപ്നിൽ നിന്ന് നമസ്കരിക്കാൻ പാകപ്പെടുന്ന രൂപത്തിൽ അവരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇരിക്കുന്നു. അബൂജഹലും കൂട്ടരും അത് കണ്ട് ചോദിക്കുന്നുണ്ട്, ഇത്രമേൽ നീചനായ, അടിമയാക്കപ്പെട്ട, ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരടിമയായ മനുഷ്യന്റെ കൂടെയാണോ താങ്കൾ ഒരു പ്രവാചകനായിരിക്കുന്നത്? അത്തരം ഒരു പ്രവാചകനെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം റസൂലിനോട് പറയുന്നുണ്ട്. നോക്കൂ, സ്ത്രീകളുടെ അവകാശങ്ങൾ, ജീവിക്കാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ട സ്ത്രീ സമൂഹത്തിന്റെ അവകാശങ്ങളെ തിരിച്ചുപിടിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഉത്ബോധനം നടത്തിയത്. ഹലാലുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചെടുത്തു, ഹറാമുകളെ പാടെ നിഷേധിച്ചു, അവർക്കിടയിൽ പ്രബോധനം നടത്തി, അവരെ ഉത്ബുദ്ധരാക്കി. ഇതൊന്നും മക്കയിലെ ഖുറൈശികൾക്ക്, പ്രമാണി തറവാടുകൾക്ക്, അവർക്ക് അധികാരത്തിന്റെ ചെങ്കോലുമായി പലരെയും പീഡിപ്പിക്കുകയും അസമത്വം സൃഷ്ടിക്കുകയും സ്ത്രീകളെ അവർക്കുള്ള അവകാശങ്ങൾ നിഷേധിച്ച് ഗോത്രമഹിമ കൊണ്ടും കലഹങ്ങൾ കൊണ്ടും പരസ്പരമുള്ള ശത്രുത കൊണ്ടുമൊക്കെ കഴിഞ്ഞുകൂടിയ ആ അറബിയിലെ ജനങ്ങൾക്ക് ഇതൊന്നും സഹിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇഷ്ടമായില്ല. അവർ റസൂലുള്ളാഹിന്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയായിരുന്നു. അവരുടെ തറവാടിത്തം നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ സാമ്പത്തികമായ മേൽക്കോയ്മകൾ നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ ഗോത്രമഹിമയെ അത് പാടെ ഇല്ലാതാക്കുമെന്ന് അവർ ഭയപ്പെട്ടു. പലിശയെ റസൂലുള്ളാഹി ഇല്ലാതാക്കാനുള്ള തീരുമാനങ്ങൾ എടുത്തു. അവർക്കിടയിൽ മദ്യവും അതുപോലെ തന്നെ വ്യഭിചാരവും തുടങ്ങിയ വളരെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങളെ, ജീർണമായ എല്ലാ പ്രവർത്തനങ്ങൾക്കെതിരെയും റസൂലുള്ള പ്രതിരോധം തീർത്തു. അതുപോലെ തന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന അധികാര തർക്കത്തിൽ യഥാർത്ഥത്തിൽ സേവനവും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഗുണം നൽകുന്നവർക്കും നേതൃത്വം നൽകുന്ന സമ്പ്രദായങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്തതിന്റെ ഒരു പരിണിത ഫലമായാണ് യഥാർത്ഥത്തിൽ ബദർ നടക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വർത്തമാനകാലത്ത് യുദ്ധങ്ങൾ എന്തിനാണ് നടക്കുന്നത്? അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. നേരത്തെ പലസ്തീനെ നിലംപരിശാക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. അതിനു മുമ്പ് ഇറാഖിനെതിരെയായിരുന്നു. അങ്ങനെ മുസ്ലിം ഉമ്മത്ത് നിലനിൽക്കുന്ന എല്ലായിടത്തും ആദർശ പ്രതിരോധം എന്ന പേരിലോ അതല്ല സാമ്പത്തിക സ്രോതസ്സുകൾ കൈക്കലാക്കണമെന്ന പേരിലോ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നൊക്കെ പേരിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധം നടക്കുമ്പോഴുള്ള മാനുഷികമായ, മാനവികമായ, മനുഷ്യത്വപരമായ ഒരു സമീപനങ്ങളും പാലിക്കാതെയാണ് ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്കൂളിൽ പഠിക്കുന്ന 100,000 കുട്ടികൾക്ക് നേരെ ബോംബുകൾ വർഷിക്കുകയും മിസൈലുകൾ പതിപ്പിക്കുകയും വളരെ ക്രൂരമായി കൊല ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് സമാധാനത്തിന്റെ വക്താക്കളാകാൻ കഴിയുക? വളരെ നീചമായ ശൈത്താനീയത്തിന്റെ പ്രവർത്തനങ്ങളാണ് ജൂത, ക്രൈസ്തവ, സയനിസ്റ്റ് ലോബികൾ പാശ്ചാത്യ മേഖലയിലൊക്കെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളെ പരാജയപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുക. ലോകത്തെ സമാധാനം കടന്നുവരാനും മനുഷ്യരുടെ സ്വൈരവിഹാരത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ദുശക്തികളും പരാജയപ്പെടാനും പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണ റഹ്മാനെ. ഞങ്ങൾക്കിടയിൽ സമാധാനം നീ പുനഃസ്ഥാപിക്കണ റഹ്മാനെ. യുദ്ധക്കെടുതികളിൽ പ്രയാസപ്പെടുന്നവർക്ക് നീ ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അമേരിക്കയിലെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ഒക്കെ ക്രൂരതകൾക്ക് നീ അറുതി വരുത്തണമേ റഹ്മാനെ. അതുപോലെ തന്നെ GCC രാജ്യങ്ങളിൽ പ്രവാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ സങ്കടപ്പെടുന്നുണ്ട്.
മനസമാധാനത്തോടുകൂടി കഴിയുന്നുണ്ട്. യുദ്ധത്തിന്റെ സൈറണുകൾ കേട്ട് വല്ലാതെ രാത്രികളിൽ ഞെട്ടി ഉണരുന്നു എന്ന് സഹോദരന്മാർ മെസ്സേജ് അയക്കുന്നുണ്ട്. കുടുംബങ്ങളെ കുറിച്ചോർത്തും ഭാവിയെക്കുറിച്ചോർത്തും വലിയ അങ്കലാപ്പിലാണ് പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. സ്വസ്ഥതയും സമാധാനവും അവരുടെ മഴീഷത്തിനെ സുന്ദരമായി മുന്നോട്ട് പോകാനുള്ള അനുകൂലമായ സാഹചര്യവും നീ ഒരുക്കിക്കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചത് പുതിയ കാലത്ത് യുദ്ധങ്ങളൊക്കെ സാമ്പത്തിക സ്രോതസ്സുകൾ കൈക്കലാക്കാനാണ്. എണ്ണപ്പാടങ്ങൾക്ക് വേണ്ടിയോ സ്വർണ്ണ ഖനികൾക്ക് വേണ്ടിയോ ഭാവി സുരക്ഷിതമാക്കാനോ ഒക്കെയുള്ള പോരാട്ടങ്ങളാണ് പലപ്പോഴും നടക്കാറുള്ളത്. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ സാധ്യമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു സത്യത്തെ സ്ഥാപിച്ചെടുക്കാനാണ്, ധർമ്മപരമായ കാര്യങ്ങളെ നടപ്പിലാക്കാൻ വേണ്ടിയാണ്, സ്വസ്ഥമായ ജീവിതത്തിന്റെ പരിസരം ഒരുക്കാൻ വേണ്ടിയായിരുന്നു ബദർ നടന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമൂഹത്തിൽ നിലകൊണ്ടിരുന്ന സകല ജാഹിലിയ്യത്തിനോടും വേണ്ടാത്തരങ്ങളോടുമായിരുന്നു ബദർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് അവർ തക്ബീറുകൾ മുഴക്കിയത്. തൗഹീദും ശിർക്കുമൊക്കെ കൃത്യമായി വേർതിരിക്കപ്പെട്ട സംഭവം കൂടിയാണ് ബദറിന്റെ ചരിത്രമെന്നത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു? അല്ല, അവർ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത മക്കയിലെ മുശ്രിക്കുകൾ കാഫിറുകളായിരുന്നു? അള്ളാഹുവിൽ തീരെ വിശ്വാസമില്ലാത്തവരായിരുന്നു? അല്ലല്ലോ. പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എന്ന് തന്നെയാണ്. അവർ അള്ളാഹുവിനോടും പ്രാർത്ഥിച്ചിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ അവരുടെ പ്രശ്നം എന്തായിരുന്നു? അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തു. എന്നാൽ അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരോടും അവർ ഇബാദത്ത് ചെയ്തു. അള്ളാഹു അല്ലാത്തവരോട് അവർ ദുആ ചെയ്തു. അള്ളാഹു അല്ലാത്തവരുടെ മുമ്പിൽ അവർ സങ്കടങ്ങൾ സമർപ്പിച്ചു. അള്ളാഹു അല്ലാത്തവരോട് അവർ സഹായാർത്ഥന നടത്തി. അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ മഹാന്മാരോട് അല്ലെങ്കിൽ മരിച്ചുപോയ മുൻഗാമികളുടെ ബിംബങ്ങളോട്, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ അവർ നേർച്ചകൾ, വഴിപാടുകൾ സമർപ്പിച്ചു. ഇതായിരുന്നു മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമായ കാര്യങ്ങളെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ കുറിച്ച് അവരെന്താണ് വിശ്വസിച്ചിരുന്നത്? അവിടെ അവർ ആരാധിച്ചിരുന്ന ആരാധ്യന്മാരെ കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു? ഇവരൊക്കെ അള്ളാഹുവിന്റെ കീഴിലുള്ള, അള്ളാഹുവിന്റെ അധീനത്തിലുള്ള പങ്കുകാരാണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അള്ളാഹുവിന്റെ കഴിവിൽ നിന്നാണ്, ഇവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ് അവർ ചോദിച്ചിരുന്നത് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. സമകാലികമായി നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകളും, പല പ്രബോധകന്മാരും, പല ആളുകളും പ്രസംഗിക്കുന്നു, പ്രബോധനം നടത്തുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് ഇത്തരം വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നില്ല, അവർ പക്കാ വിഗ്രഹാരാധകരായിരുന്നു എന്നവർ പറയാറുണ്ട്. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു എന്ന്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്നല്ലാഹു ഫഅന്നാ യുഫകൂൻ. അവരോട് താങ്കൾ ചോദിക്കുക പ്രവാചകരെ, ആരാണ് ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചത്, വസഖറ അശ്-ശംസ വൽ ഖമറ, സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ അധീനപ്പെടുത്തിയത് ആരാണ് എന്ന് മക്കയിലെ ഖുറൈശികളോട്, മക്കയിലെ മുശ്രിക്കുകളോട് താങ്കൾ ചോദിച്ചാൽ അവരെന്താണ് മറുപടി പറയുന്നത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അതൊക്കെ സംവിധാനിച്ചത് അള്ളാഹു തന്നെയാണ് എന്ന് പറയുന്നതാണ്. അവർക്ക് അറിയാം ഇതൊക്കെ അള്ളാഹാണ് സൃഷ്ടിച്ചത് എന്ന്. എന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന എന്താണ്? എന്നിട്ടും എന്താണ് നിങ്ങൾ ഈ ഖാലിഖിനോട് മാത്രം പ്രാർത്ഥിക്കാത്തത്, ദുആ ചെയ്യാത്തത്? നിങ്ങൾ മനുഷ്യർ സൃഷ്ടിച്ച സൃഷ്ടികളെ, അല്ലെങ്കിൽ മനുഷ്യർ ഉണ്ടാക്കിയ രൂപങ്ങളെ, അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ ആരാധിക്കുകയാണോ, പ്രാർത്ഥിക്കുകയാണോ, അവരുടെ മുമ്പിലാണോ സങ്കടം പറയുന്നത് എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരിടത്ത് ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആരാണ് ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് ഒരുക്കി തരുന്നത്, ഉപജീവനം നൽകുന്നത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി, ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിനെ ജീവനില്ലാത്തതായും അങ്ങനെ ഈ ജീവിതക്രമത്തിന് രൂപം നൽകുന്നത് ആരാണ്? അള്ളാഹു ചോദിക്കുന്നു, വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അവർ പറയുമ്പോ അവർ പറയുമ്പോ പടച്ചോനെ നീ തന്നെയാണ്, അള്ളാഹുവാണ് എന്നായിരുന്നു അവരുടെ മറുപടി. ഖുർആൻ ചോദിക്കുകയാണെന്നാ നിങ്ങൾക്ക് സൂക്ഷിച്ചുകൂടെ, അള്ളാഹുവിൽ സൂക്ഷ്മത കാണിച്ചുകൂടെ? മുദബ്ബിറുൽ ആലം എന്താണ് എന്ന് പുതിയ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ. CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുകയും അത് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവുകയാണ്. മക്കയിലെ മുശ്രിക്കുകളോട് പോലും ചോദിച്ചാൽ വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പോലും പറയും ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണ് എന്നവർ ഉറച്ചു പറയും.
നമുക്കിടയിൽ ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാകും. അതിന്റെ ഒരു ആവശ്യമില്ല എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസത്തെ നമ്മൾ കൃത്യമായി പഠിക്കുക. അള്ളാഹു ചോദിക്കുന്നുണ്ട്, അവരോട് പറഞ്ഞെന്താണ്? വഖാല റബ്ബുക്കുദുഊനി വഖാല റബ്ബുക്കും ഉദൂനി, നിങ്ങൾ എന്നോട് മാത്രം ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തു? ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, അള്ളാഹുവരാണ് എന്നോട് ഇബാദത്ത് ചെയ്യുന്നതിൽ ചിലർ കിബർ നടിച്ചു. സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നാളെ അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ദ്യരായി പ്രവേശിക്കുക തന്നെ ചെയ്യും. എന്നോട് ദുആ ചെയ്യാനും എന്നോട് ഇബാദത്ത് ചെയ്യാനുമാണ് അവരോട് കൽപ്പിച്ചത്. പക്ഷേ അവരെന്താ ചെയ്തത്? അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, മരിച്ചുപോയ മനുഷ്യരോട് പ്രാർത്ഥിച്ചു, മലക്കുകളോട്, ജിന്നുകളോട്, അള്ളാഹുവിന്റെ സൃഷ്ടി പ്രതിഭാസങ്ങളെ അവർ ദൈവങ്ങളായി, ദൈവത്തിന്റെ അവതാരങ്ങളായി, ദൈവത്തിന്റെ അധീനതയിലുള്ള വസ്തുക്കളായി, അതിനോട് പറഞ്ഞാൽ ദൈവത്തോട് പറയും, ദൈവത്തോട് അടുപ്പിക്കാനുള്ള സാഹചര്യങ്ങളായൊക്കെ അവർ മനസ്സിലാക്കി എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു വിശ്വാസ പ്രമാണത്തിനെതിരെ കൂടിയായിരുന്നു ബദർ നടന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശ്വാസം അവിടെ ശരിയാക്കാൻ പ്രവാചകൻ പരിശ്രമിച്ചു. സാമൂഹിക അസമത്വങ്ങളും ജീർണതകളും അവകാശ നിഷേധങ്ങളും ഇല്ലാതാക്കാൻ പ്രവാചകൻ പരിശ്രമിച്ചു. വർത്തമാനകാലത്ത് ബദർ നമുക്ക് വലിയ പ്രചോദനവും ഊർജവുമാവുന്നത് എന്തുകൊണ്ടാണ്? ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ, അതുപോലെ തന്നെ അവർണരും സവർണരും തമ്മിലുള്ള മേധാവിത്വവാദങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പുനരാനയിക്കപ്പെടുമ്പോൾ അവിടെയാണ് ജയപരാജയങ്ങളുടെ യഥാർത്ഥ മാനദണ്ഡം എന്ന് പറയുന്നത്. ഭൗതികമായി ഇവിടുത്തെ സജ്ജീകരണങ്ങളല്ല, അധികാരത്തിന്റെ ഹുങ്കല്ല, യഥാർത്ഥ ദൈവവിശ്വാസവും സമ്പൂർണമായി അള്ളാഹുവിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുമ്പോൾ അള്ളാഹുവിന്റെ സഹായമുണ്ടാകുമെന്ന് ബദർ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത്? നിങ്ങൾ നിരാശപ്പെടേണ്ട, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. അൻതും അൽ അലൗൻ, നിങ്ങളാണ് ഉന്നതിയിലെത്തുക, നിങ്ങളാണ് മെച്ചപ്പെട്ടവർ, നിങ്ങളാണ് മേന്മയുള്ളവർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ, യഥാർത്ഥ അഖീദ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് നിങ്ങൾ കൂറ് കാണിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിൽ പങ്കുകാരെ ഉണ്ടാക്കാതെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹ് നിർദ്ദേശിച്ച പാഠങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അൻതുമുൽ അലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് ഏറ്റവും ഉന്നതർ എന്ന് ഖുർആൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ബദർ ജയിച്ചത്? അചഞ്ചലമായ ഈമാൻ അവർക്കുണ്ടായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപാരമായ നേതൃത്വം ഉണ്ടായിരുന്നു. ആ റസൂലുള്ളാഹിന്റെ നേതൃത്വത്തെ അങ്ങേയറ്റം സ്നേഹത്തോടെ അനുസരിക്കുന്ന അനുയായികൾ ഉണ്ടായിരുന്നു. ആ അനുയായികൾക്കൊക്കെ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടായിരുന്നു. ബദർ നടക്കുന്ന സമയം അതിന്റെ തൊട്ടുമുമ്പ് റസൂലുള്ളാഹി ദീർഘമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലാഹുവേ, ഈ സംഘത്തെയെങ്ങാനും നീ പരാജയപ്പെടുത്തിയാൽ ഈ ദുനിയാവിൽ നിന്റെ ആദർശത്തെ പ്രബോധനം ചെയ്യാൻ, അതിനനുസരിച്ച് ജീവിക്കാൻ ഒരു സംഘം ഇവിടെ ഉണ്ടാവില്ല എന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളോട് റസൂലുള്ള പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളെ വിളിച്ചുകൂട്ടുന്നു, അൻസാറുകളെ വിളിച്ചുകൂട്ടുന്നു, അവരോട് ചോദിക്കുന്നു, കൂടിയാലോചിക്കുന്നു, ശൂറ നടത്തുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു യുദ്ധ സന്ദർഭം നമ്മുടെ മുമ്പിലുണ്ട്, കച്ചവട സംഘം രക്ഷപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു യുദ്ധത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, വലിയ സംഘമാണവർ, ആയുധ സജ്ജരാണവർ, നമ്മൾ ദുർബലരാണ്, നമ്മൾ കുറച്ചുപേരെയുള്ളൂ. അവരോട് കൂടിയാലോചിക്കുന്നു. മുഹാജിറുകളുടെ നേതാവിനെ വിളിച്ച്, മിഖ്ദാദ് ബിൻ അംറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത്? യാ റസൂലല്ലാഹ്, ഇംളി ലിമാ ഉമിർത ബിഹി ഫനഹനു മഅക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, താങ്കൾ എന്താണോ കൽപ്പിക്കുന്നത് അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. താങ്കളോട് അല്ലാഹു എന്താണോ കൽപ്പിക്കുന്നത് അതിനനുസരിച്ച് ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ടാകും. ബനൂ ഇസ്രായേൽ സമൂഹം പറഞ്ഞില്ലേ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരു യുദ്ധമുണ്ട്, ഒരു പോരാട്ടമുണ്ട് എന്ന് പറഞ്ഞപ്പോ താങ്കളും താങ്കളുടെ ദൈവവും പോയി യുദ്ധം ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞതുപോലെ വളരെ നിന്ദ്യമായ വർത്തമാനം ഹബീബായ റസൂലേ അങ്ങയോട് ഞങ്ങൾ പറയില്ല. ഇന്നാ മഅകുമാ മുഖാതിലൂൻ, ഞങ്ങൾ അങ്ങയോടൊപ്പം സമരസജ്ജരായി പോരാട്ട ഭൂമിയിൽ ഒരേ തൊപ്പിൽ അണിനിരന്നുകൊണ്ട് താങ്കളുടെ കൂടെ യുദ്ധത്തിനുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. മിഖ്ദാദ് ബിൻ അംർ റസൂലുള്ളാഹിന്റെ കൈപിടിച്ച് ബൈഅത്ത് നൽകുകയാണ്. മുഹാജിറുകൾ ബൈഅത്ത് ചെയ്യുകയാണ്. അൻസാരികളുടെ നേതാവിനെ വിളിച്ചു, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, റസൂലേ, താങ്കൾ ഞങ്ങളോട് തിരമാലകൾ ആർത്തലച്ചു വരുന്ന ഒരു സമുദ്രത്തിന്റെ നടുക്കടലിലേക്കാണ് എടുത്തു ചാടാൻ പറയുന്നത് എങ്കിൽ ലഫുദ്നാഹു മഅക യാ റസൂലല്ലാഹ്, താങ്കളുടെ കൂടെ ഞങ്ങൾ അതിലേക്ക് ഊളിയിട്ട് ഇറങ്ങുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉറപ്പ് കൊടുക്കുകയാണ്. റസൂലുള്ളാഹിക്ക് വലിയ സന്തോഷമായി. അങ്ങനെയാണ് അവർ ബദറിലേക്ക് ഇറങ്ങുന്നത്. അവരുടെ അചഞ്ചലമായ ഈമാനും അങ്ങേയറ്റത്തെ ത്യാഗസന്നദ്ധതയും ആ
നെഞ്ചുറപ്പോടുകൂടി നിന്ന പിൻവാങ്ങാതെയുള്ള പോരാട്ടത്തിന്റെ ഉശിരുമാണ് അവർക്ക് വിജയം സമ്മാനിച്ചത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ വലിയ സഹായമുണ്ടായി. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. നിങ്ങൾ ദുർബലരായി പോകുന്ന സന്ദർഭത്തിൽ അള്ളാഹു ആയിരക്കണക്കിന് മലായിക്കത്തുകളെ ഇറക്കിയാണ് ബദറിൽ വലിയ സഹായം ചെയ്തത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മുടെ അഖീദ ശരിയാണോ? നമുക്ക് ഇഖ്ലാസ് ഉണ്ടോ? നമുക്ക് ഈമാൻ ഉണ്ടോ? അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാണോ? നമ്മുടെ ഏത് പ്രതിസന്ധികളെയും വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. ഒരു ഉമ്മത്തായി ഒരു ഇമാറത്തിന്റെ കീഴിലേക്ക് നമ്മുടെ നേതൃത്വത്തിന്റെ വാർത്തകൾക്ക് കാതോർത്ത് ഒരു ഉമ്മത്തായി സ്നേഹം പങ്കുവെച്ച് സൗഹൃദം പങ്കുവെച്ച് ഐക്യത്തോട് ഒരുമയോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു സ്വഭായി നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്ന വലിയ പാഠമാണ് ബദർ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ നിന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മനസ്സിലാക്കി അല്ല ഈമാനുള്ളവരായി ഇഖ്ലാസുള്ളവരായി അള്ളാഹുവിൽ സമർപ്പിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളായി നമ്മൾ മാറാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ബദർ പുതിയ കാലത്തും ബദർ എന്ന് കേൾക്കുമ്പോൾ ഒരു ആവേശം നമുക്കുണ്ടാവുക സ്വാഭാവികമാണ്. പല നിലക്ക് ബദറിനെ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. ബദർ എന്ന് കേൾക്കുമ്പോൾ മുസ്ലിങ്ങളെക്കുറിച്ച് തീവ്രവാദികളാണ് എന്നൊക്കെ പ്രചരണം നടത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകൾ സായുധമായ ജിഹാദിന് തയ്യാറെടുക്കാൻ വേണ്ടി ബദറിനെ ഉപയോഗപ്പെടുത്തുകയോ ദുരുപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. വേറെ ചിലർക്ക് പരിശുദ്ധ റമദാൻ 17 വരുമ്പോൾ ബദരീങ്ങളുടെ പേരിൽ ഒരു ആണ്ട് നേർച്ചയ്ക്ക് വേണ്ടി അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ബദർ തൗഹീദ് നമ്മളെ പഠിപ്പിക്കുന്നു എന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിജയമായിരുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ബദർ. പരീക്ഷണങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോഴും ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള പാഠങ്ങൾ പകർന്നതായിരുന്നു ബദറിന്റെ വിജയമെന്ന് പറയുന്നത്. തഖ്വയും തവക്കുലും നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമ്മൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടാകും. ഏഴാൻ ആകാശത്തിനപ്പുറത്തു നിന്ന് അള്ളാഹുവിന്റെ സഹായം നമ്മിലേക്ക് എത്തും എന്നതിന്റെ ഒരു വലിയ പ്രതീക്ഷ കൂടിയാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. ആ നിലയ്ക്ക് ബദറിനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബദരീങ്ങൾ എന്ന് പറയുന്നത് അവർ ഈ ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി മഹാത്യാഗം സഹിച്ച ഒരുപാട് ശുഹദാക്കളെ ബദർ രണാങ്കണ ഭൂമിയിൽ നമുക്ക് സമ്മാനിക്കപ്പെട്ട സമയമാണ് ബദർ എന്ന് പറയുന്നത്. അവരെ ബഹുമാനിക്കാത്തവർ എങ്ങനെയാണ് ദീനിന്റെ ആളുകളാവുക? അവരെ കുറവാക്കുന്നവരെങ്ങനെയാണ് ദീനിന്റെ ആളുകളാവുക? ബദരീങ്ങൾ മുറുകെ പിടിച്ച ആശയങ്ങൾ ആദർശങ്ങളെ നെഞ്ചേറ്റാതെ എങ്ങനെയാണ് ഒരാൾ മുഅ്മിനാവുക? എങ്ങനെയാണ് ഒരാൾ മുസ്ലിമാവുക? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് പ്രത്യേകമായ ഇളവുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കൊടുക്കാറുണ്ടായിരുന്നു. ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ അവരുടെ അടുത്ത് നിന്ന് വന്നാൽ റസൂൽ പലപ്പോഴും പറയും, അയാൾ ബദറിൽ പങ്കെടുത്തവനല്ലേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയൊരു തെറ്റിൽ ഒരാൾ പിടിക്കപ്പെട്ടു. സംഭവിച്ചു പോയ ഒരു തെറ്റിലാണ്. അതിൽ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കുന്നത് കാണാൻ പറ്റും. ബദറിൽ പങ്കെടുത്തവർക്ക് റസൂലുള്ള മാപ്പ് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുക്ക് അത് പിന്തുടർന്ന് നമുക്ക് കാണാൻ കഴിയും. അത്രമേൽ സ്നേഹിക്കേണ്ടവരും ആദരിക്കേണ്ടവരും ബദറിലെ ആളുകളുടെ ഷഹീദായ ആളുകളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാതെ അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടവർ, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടവരാണവർ. അത്രമേൽ സ്നേഹിക്കേണ്ടവരാണ് ബദരീങ്ങൾ എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവർ പഠിപ്പിക്കാത്ത കാര്യങ്ങളിൽ നമ്മൾ അവരുടെ പേരിൽ ചാർത്തുകയും അതിന്റെ പേരിലുള്ള വിദഗ്ധകൾ നമ്മളിൽ വരുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് നാളെ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. വരുന്ന 40 ദിവസം കൂടി കഴിഞ്ഞാൽ അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കും. അതിൽ ലൈലത്തുൽ ഖദറിന്റെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമാക്കപ്പെട്ട ദിനമാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അത് അവസാനത്തെ 10 ദിവസങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്നും അതിൽ ഒറ്റപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങളത് കൂടുതലായി പ്രതീക്ഷിക്കണമെന്നുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആൻ ഇറങ്ങിയ ദിവസമെന്ന നിലക്കും 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്ന നിലക്കും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മലായിക്കത്തുകളുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭം എന്ന നിലക്കും
നമുക്ക് മേൽ അള്ളാഹുവിന്റെ സമാധാനവും രക്ഷയുമൊക്കെ അള്ളാഹു നൽകുന്ന പ്രത്യേകമായ സന്ദർഭമാണ് അത് എന്ന നിലക്കും ധാരാളം ആളുകളെ നരകമോചനത്തിന് സാധ്യമാക്കുന്ന ദിവസങ്ങളാണ് ആ ദിവസങ്ങളെന്ന നിലക്കും നമ്മുടെ ആയുസ്സും രിസുക്കുമൊക്കെയായി ബന്ധപ്പെട്ട ലൗഹുൽ മഹ്ഫൂദിലെ രേഖകളൊക്കെ അള്ളാഹു മലായിക്കത്തുകളെ ഏൽപ്പിക്കുന്ന ചില സന്ദർഭങ്ങൾ എന്ന നിലക്കൊക്കെ പ്രാർത്ഥന നിർഭരായി നിരതരായി അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറോടുകൂടി ഇത്തിഖാഫോടുകൂടി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്താൻ നന്നായി ശ്രമിക്കണം. സമയമുള്ളവർ സാധ്യമാകുന്നവരൊക്കെ പള്ളിയിൽ ആ ദിവസങ്ങളിൽ ഇത്തിഖാഫിൽ പങ്കെടുത്ത് അതിന്റെ പുണ്യം കരസ്ഥമാക്കണമെന്നാണ് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. വരുന്ന ഞായറാഴ്ച നമ്മുടെ മഹലിൽ നമ്മുടെ ഇഫ്താർ സംഗമം നടക്കുകയാണ്. അസർ നമസ്കാരാനന്തരം ഒരു തസ്കിയത്ത് ക്ലാസും പിന്നീട് നമ്മുടെ ഇഫ്താർ ആണ് നടക്കുന്നത്. അതിൽ നമ്മുടെ മഹലിൽ എല്ലാവരും കുടുംബസമേതം പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, ക്ഷണിക്കുകയാണ്. അതിന് നമ്മളാണത് സംഘടിപ്പിക്കുന്നത്. അതിലെ ക്ലാസ്സുകളായാലും ഇഫ്താറായാലും ഒക്കെ നമ്മളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിലേ അത് പൂർണ്ണമായി വിജയിക്കുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മഹല്ലിലെ ആളുകൾ നിർവഹിക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളും പുറമെയുള്ള ആളുകൾ പലപ്പോഴും അത് ഉപയോഗപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. നമുക്ക് അവസരം കിട്ടാതിരിക്കണം പലപ്പോഴും. പുറമെയുള്ളവർ നമ്മുടെ പള്ളിക്ക് വേണ്ടി പലരും യാത്രക്കാർ ഇവിടെ കയറുമ്പോൾ പള്ളിയിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സംഭാവനയായും ഇപ്പം നമ്മുടെ കാർപ്പറ്റ് നമ്മുടെ മഹല്ലിലൊരു വ്യക്തിയല്ല, നമ്മുടെ പുറമെയുള്ള ഒരു വ്യക്തി ഇവിടെ ഒരിക്കൽ നമസ്കരിക്കാൻ വന്നപ്പോൾ അദ്ദേഹമാണ് ഈ കാർപ്പറ്റ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി പള്ളി അൽഹംദുലില്ലാ അതിൻ്റെ ഒരു സുഖവും സൗകര്യമൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഏറെ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്, ലക്ഷങ്ങൾ ചെലവഴിച്ച് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഹൗദും മൂത്രപ്പുരയൊക്കെ ബന്ധപ്പെട്ട ഏരിയ നമ്മുടെ സഹോദരൻ അത് പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ഒരു വിഹിതം വെച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഓരോരുത്തർ സ്ഥാപിക്കുന്ന ലവ്വലും എന്ന് പറയുന്നത് നന്മകളിൽ മത്സരിച്ച് മുന്നേറുന്ന ചില മനുഷ്യരുണ്ടാവും. അവരുടെ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ ഇഫ്താറിന് നല്ലൊരു ഫുഡ് എല്ലാ ദിവസവും സ്പോൺസർ ചെയ്ത ഒരു മാന്യ സഹോദരനുണ്ട്. നമ്മുടെ തറാവീഹിനും നമസ്കാരത്തിനും വരുന്നവർക്ക് കുടിവെള്ളം സമ്മാനിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചതൊക്കെ നമ്മൾ പോക്കറ്റിന് പണമെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ മറ്റുള്ളവരുടെ കരങ്ങളാൽ ഇവിടെ നടന്നു പോകുന്നുണ്ട്. നമ്മുടെ പള്ളിയും നമ്മുടെ മദ്രസയും നമ്മുടെ മഹല്ലിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നമ്മളാണ് അതിന് സഹകരിക്കേണ്ടത്. നമ്മൾ വരിസംഖ്യ കൊടുത്തും പണം കളക്ട് ചെയ്തും നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ സ്വതക്കകൾ, സക്കാത്ത്, റിലീഫ് കാര്യങ്ങളൊക്കെ നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട നിലക്ക് ഒരു വിഹിതം എല്ലാവരും അത് ഹക്ക് എന്ന നിലക്ക് നമ്മളത് ഇവിടെ ഏൽപ്പിക്കണം. ഈ ഇഫ്താറിനും വലിയൊരു ബാധ്യത വരും. അതിന്റെ വിഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഒരാളെ നോമ്പ് തുറപ്പിക്കുന്ന പ്രതിഫലം, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ, ഇതിലൊക്കെ അള്ളാഹുവിന്റെ വലിയ സഹായവും ബർക്കത്തും ഉണ്ടാവും എന്നുള്ളതാണ്. ആ നിലക്ക് അതിനെ എല്ലാവരും സമീപിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് നമ്മുടെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ സാധാരണ ഭക്ഷണമാണ്, അതിനുള്ള വിഭവമാണ് അവർക്ക് കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പൊ പെരുന്നാൾ ദിവസം എല്ലാവരും ഒരു നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിയാണ് കൊടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ എല്ലാവരും നമ്മളൊക്കെ ആയാലും ഒരു നെയ്ച്ചോറോ ഒരു ബിരിയാണിയോ ഒക്കെ വെച്ചാണ് പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ആ നിലക്ക് ഒരു ചെറിയ മാറ്റം നമ്മളിപ്രാവശ്യം നമ്മുടെ മഹലിലും കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊരു നെയ്ച്ചോറിന്റെ അരിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 160 രൂപയാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് ചിലപ്പോൾ പ്രയാസമോ അത്രയും പണം ചിലപ്പോൾ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെങ്കിലോ എന്ന നിലക്ക് സാധാരണ അരി നൽകാനുള്ള ഒരു അവസരവും 110 രൂപ വെച്ച് അതും നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ പരമാവധി നമ്മൾ അതിന്റെ സാഹചര്യം മനസ്സിലാക്കി ആ ഒരു പുണ്യകർമ്മങ്ങളിൽ പങ്കാളികളാകണമെന്നും സമയബന്ധിതമായി ആ ദൗത്യം പൂർത്തീകരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ ഇണകൾ, നമ്മളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, നമുക്ക് താങ്ങും തണലുമായവർ, അവരിന്ന് റമളാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, അള്ളാഹുവേ എല്ലാവർക്കും നീ
മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, മാരകമായ വൈറസുകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, കണിശമായ വിചാരണകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും, അള്ളാഹുവെ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്റെ സ്വർഗപൂങ്കാവനത്തിൽ ഞങ്ങളെയൊക്കെ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർക്ക് നീ പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടം പറയുന്നവരുണ്ട്. അള്ളാഹുവെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലിയിലും കച്ചവടത്തിലും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ യാത്രകളിലും ധാരാളം ഹൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു നാഥ. ഞങ്ങളുടെ സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കുകയും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വിവാഹരംഗത്ത് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്, മക്കളില്ലാതെ ആശ്വാസം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെയൊക്കെ നല്ല ഉദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണം റഹ്മാനെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, അവരുടെ കുടുംബം ക്ഷമയോടെ കാത്തിരിക്കുന്നവരുണ്ട്. അള്ളാഹുവെ, അവർക്ക് നീ സമാധാനവും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. രാജ്യത്ത് പെടുന്ന അനുഭവിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അള്ളാഹുവെ, സ്വസ്ഥതയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. സമരമുഖത്ത് പോരാടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ, ആദർശ പോരാട്ടത്തിന് വേണ്ടി സജീവമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ സമ്പത്തും അധ്വാനവും ചെലവഴിക്കുന്നവരുണ്ട്. ദീനീ രംഗത്ത് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നവരുണ്ട്. അള്ളാഹുവെ, ഞങ്ങളുടെ മഹലിൽ പള്ളിയും മദ്രസയും നിന്റെ ഭവനവും ഒക്കെ പരിശുദ്ധമാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്, പണം മുടക്കുന്നവരുണ്ട്, സേവനം ചെയ്യുന്നവരുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുണ്ട്, യുവാക്കളുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരണവന്മാരുണ്ട്, ഞങ്ങളുടെ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഞങ്ങൾ എല്ലാവരും നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വ അജ്ർ വാലിദൈനാ മിനൻ നാർ. اللهم ادخلنا الجنة مع الأبرار. اللهم ارحم لنا يا أرحم الراحمين. اللهم اغفر لنا يا غافر المذنبين. اللهم ارزق لنا يا خير الرازقين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.